യതീം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കുമെന്ന് കിതാബിൽ കാണാം. ദഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥം ഈമാനോടെ മരിക്കാനുള്ള 30 വഴികൾ പറയുന്നുണ്ട്. ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള 30 വഴികൾ. അതിലൊന്നാണ് യതീം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. നമ്മുടെ ഉസ്താദുമാരുടെ ഒരു ജീവിതം നിങ്ങൾ ആലോചിച്ചു. നമ്മുടെ സ്ഥാപനത്തിലൊക്കെ എത്ര യതീം മക്കളാ പഠിച്ചു വളർന്നത്. നമുക്കതാവും. മനുഷ്യരെ നമ്മൾ മനുഷ്യരാവും. ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം അവിടെയാണ് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഒരു യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും കാണിച്ചു കൊടുക്കുക. ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാര് പറയുന്നുണ്ട്, ഒരു യതീമിനെ സംരക്ഷിക്കുന്ന ആളും റസൂൽ ഇങ്ങനെ അടുത്താണ് സ്വർഗത്തിലെങ്കിൽ 1000കണക്കിന് യതീം മക്കളെ സംരക്ഷിക്കുന്നവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം ആലോചിച്ചു. യതീം മക്കൾക്ക് ഉപ്പയെ പോലെ ജീവിച്ച ആളാണ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു.